കൂട്ടുകാരനുണ്ട് എൻ്റെ കൂടെ, കുറേ നാടുകളിലൊക്കെ പോയി സഞ്ചരിച്ചിട്ടുള്ളതാണ്. പുള്ളിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് നമുക്ക് കേൾക്കാം. ആ പറയൂ, താങ്കളുടെ പേര് പറയൂ. അറിയത്തില്ല, എനിക്കറിയാത്തൊരു പേരാ. ഓക്കെ ആന്റണി, നീ ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിനകത്ത് തൊട്ട് ഇന്ത്യയിൽ ഔട്ട്സൈഡ് ഇന്ത്യ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഔട്ട്സൈഡ് ഇന്ത്യ അല്ല, ഇന്ത്യ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ പോയത് സിംഗപ്പൂർ തന്നെ. സിംഗപ്പൂർ അടിപൊളിയാണ്. അല്ലല്ല, ഞാൻ സിംഗപ്പൂർ, മലേഷ്യ മുന്നേ പോയിട്ടുണ്ട്. 2019 പോയിട്ടുണ്ട്. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന് പെട്രോണസ് ട്വിൻ ടവർ കാണുന്നത് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞങ്ങൾ സിംഗപ്പൂരിൽ പോണത് ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് മലേഷ്യയും കൂടി ആക്കി, അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ChatGPT വെച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ സിംഗപ്പൂർ എനിക്ക് സ്റ്റേക്ക് എക്സ്പെൻസ് വന്നില്ല, ബിക്കോസ് എൻ്റെ വൈഫിൻ്റെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ അപ്പയുടെ ക്ലോസ് ഫ്രണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഫ്ലാറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ അതൊക്കെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ ഒന്നും നോക്കില്ല. പാക്കേജ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ChatGPT ഒക്കെ വെച്ച് നമ്മൾ ഓരോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്ക് മൊത്തം ട്രിപ്പ് ആക്ച്വലി വന്നത് ഇൻക്ലൂഡിങ് വിസ, ഫ്ലൈറ്റ് എക്സ്പെൻസ്, എല്ലാം കൂടി കൂട്ടി എനിക്ക് 1,05,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ, 2 പേർക്കും കൂടി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരു 6 days. പക്ഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റേക്ക് എക്സ്പെൻസ് വന്നില്ല. പിന്നെ കുറെ അവളുടെ ആൻറ്റി ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവരെന്നെ കുറച്ച് അവരൊക്കെ ടേക്ക് കെയർ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ മെട്രോ യൂസ് ചെയ്ത്, മിക്കതിനും മെട്രോ യൂസ് ചെയ്ത്. ഫുഡ് ആണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവിടെ വർക്കൗട്ടുള്ളൂ. എല്ലാം സിംഗപ്പൂർ സിറ്റി വെൽ കണക്റ്റഡ്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും മെട്രോ ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാറ് ഒരു ഗ്രാബ് എടുക്കാന്ന് വെച്ചാൽ മിനിമം എനിക്ക് തോന്നുന്നത് 10 സിംഗപ്പൂർ ഡോളർ, അതായത് ഏകദേശം 650 രൂപ മേളിൽ മിനിമം വരും. അപ്പോൾ അത് നമുക്ക് വേർത്തല്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ നമുക്ക് മെട്രോ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. ഇല്ലില്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബക്കറ്റ് ലിസ്റ്റ് എനിക്ക് ഈ വർഷം പോകണമെന്ന് ആഗ്രഹമുള്ളത് ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ സ്റ്റേ ഭയങ്കര, അതുകൊണ്ട് കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് റിലേറ്റീവ് ഉണ്ട് ജർമ്മനിയിൽ. അപ്പം ഈ കൊളോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളോണിൽ നിന്ന് നമ്മളൊരു ഫാസ്റ്റ് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പാരീസ് 4 hours, ആംസ്റ്റർഡാം less than 2 hours, പിന്നെ ബ്രൂസൽസും ഈ പറഞ്ഞ less than 2 hours. പിന്നെ ഈ കൊളോണിൽ നിന്നൊരു ഡ്രൈവ് സ്വിറ്റ്സർലൻഡ് ബോർഡറിലേക്ക് 4 hours ഡ്രൈവ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചീപ്പ് ഫ്ലൈറ്റ്സ്, നമുക്ക് മിലാനിലേക്ക് പോകണമെങ്കിൽ ചീപ്പ് ഫ്ലൈറ്റ്സ്. കൊളോൺ പോവുകയാണെങ്കിൽ ഐ കൻ എക്സ്പ്ലോർ ബ്രൂസൽസ്, അതായത് ബെൽജിയത്തിൻ്റെ ലക്സംബർഗ്, പിന്നെ ഈ പാരീസ്, ആംസ്റ്റർഡാം, ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും. കുറേ കഴിഞ്ഞിട്ടാണ്. ഇനി എളുപ്പമല്ല US കിട്ടാനൊക്കെ. താങ്കൾ എപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ട്രാവലാണ്? മീൻസ് മൗണ്ടൻ ട്രാവൽ, പല ടൈപ്പ് ഓഫ് കൾച്ചറൽ ട്രാവൽസ്, ഏത് ടൈപ്പാണ് ഇഷ്ടപ്പെടുന്നത് ട്രാവൽ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. ഞാൻ ഭയങ്കര ട്രക്കിംഗ് ഒന്നും അത്ര ഭയങ്കര എനിക്ക് അങ്ങനത്തെ ടൈപ്പ്. എനിക്ക് സിറ്റി വൈബ്സ് ഇഷ്ടം. അതുപോലെ തന്നെ ഒരു പഴയ ഹിസ്റ്റോറിക്കും ഒരു പരിധി വരെ. എനിക്ക് ഭയങ്കര ഹിസ്റ്റോറിക് ആർക്കിടെക്ചർ കൈൻഡ് ഓഫ് സാധനങ്ങൾ മാത്രമുള്ളത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഈ സിംഗപ്പൂരിൽ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ സിംഗപ്പൂരിൽ. അപ്പോൾ അതൊരു അടിച്ചുപൊളി വൈബാണ്. സെൻറ് ഓഫ് സൈലൻസ് തൊട്ടപ്പുറത്തുണ്ട്, അത് നൈസാണ്. എന്നാൽ കുറച്ചൊക്കെ എന്താ പറയുക, നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അങ്ങനെ മൊത്തത്തിൽ മിക്സഡായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര അടിപൊളി സിറ്റിയാണ്. നല്ല ക്ലീനും നല്ല റൂൾസും എല്ലാവരും നന്നായിട്ട്. കഴിഞ്ഞ വർഷം പണ്ട് പോയിട്ടുണ്ട്. ഞാൻ 8th സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെറുതിലെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഷിംല, ഡൽഹി, രാജസ്ഥാനിലെ ജയ്സൽമീർ, ജോധ്പൂർ, പിന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദ് പണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നി. ഇത്രയും യാത്രകൾ ചെയ്ത് കുഞ്ഞുനാളോട്ട് യാത്ര ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മറക്കാൻ പറ്റുന്ന മനുഷ്യരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ യാത്രയുടെ ഗുഡ് ഓർ ബാഡ് എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല? ഇപ്പോഴും പോസിറ്റീവായിട്ടാണോ യാത്രകളെല്ലാം കൊണ്ടിരിക്കുന്നത്? പോസിറ്റീവാണ് നമുക്ക്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഞാൻ എൻ്റെ റീസെൻ്റായിട്ട് ഞാൻ പോയേക്കുന്നതെല്ലാം ഇൻ്റർനാഷണലാണ്. മുംബൈ മാത്രമാണ് എനിക്ക് അത് വേണം. മുംബൈ എനിക്ക് തോന്നിയൊരു മുംബൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ദിവസം
എന്നുള്ള രീതിയിൽ ഞാൻ പോയത് വൈഫായിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലമല്ല മുംബൈ. മുംബൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എന്നുള്ള രീതിയിൽ ഒന്നും എനിക്ക് അങ്ങനെ പ്രത്യേകം തോന്നിയില്ല. അതിനും വേറൊരു സ്ഥലത്തും പോകുന്നത്. മുംബൈ ശരിക്കും പറഞ്ഞ ഒരു ലേ ഓവർ സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ പറഞ്ഞ CST ഒക്കെ ഏരിയയാണ് കുറച്ച് ഭംഗിയുള്ളത്. ലേ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8-9 മണിക്കൂർ ലേ ഓവർ നയിച്ചുകൊണ്ട് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിനപ്പുറം മുംബൈയിൽ എനിക്ക് മുംബൈ ഒരു ശരിക്കും പറഞ്ഞാൽ 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ബഡ്ജറ്റ് ഇട്ടത് അല്ല 5 ദിവസത്തേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വേറെ ഒരു സ്ഥലം ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം മുംബൈ അങ്ങനത്തെ ഒരു ഏരിയ. പക്ഷെ എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോകാൻ രസമായിരുന്നു. പക്ഷെ അങ്ങനെ ഓക്കെ അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റി ആയിട്ട് എനിക്ക് മുംബൈ ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക്. പിന്നെ ഞാൻ ഈ അടുത്ത് പോയതല്ല ഇന്റർനാഷണൽ വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ജൂണിൽ വിയറ്റ്നാം പോയി. വിയറ്റ്നാം വാസ് റിയലി നൈസ്. അത് അത്യാവശ്യം നല്ല ചീപ്പുമാണ്. വിയറ്റ്നാം ഒരു മസ്റ്റ് ഇതാണ്. നല്ലതാണ്. പിന്നെ പോവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോച്ചിമിൻ സിറ്റി മസ്റ്റ് വിസിറ്റ് ആണ്. ഡനാങ് എനിക്ക് അത്ര നമ്മൾ ഓവർ ഹൈറ്റ് ആയിട്ട് തോന്നിയ സ്ഥലം ഡനാങ് വിസിറ്റ് ആണ്. ഡനാങ് ഹൊയ്യാൻ അത്ര നൈസാണെന്ന് എനിക്ക് നമ്മൾ അതിന് പേര് ഫുക്കോക്ക് ഹാനോയ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ChatGPT-ലേക്ക് എക്സ്പ്ലോർ ചെയ്ത വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണെന്നുള്ളത് സോർട്ട് ചെയ്യാം. ടൂറിസ്റ്റ് പാക്കേജ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അത് ഭയങ്കര ഇതുമാണ്. ഭയങ്കര നമ്മൾ ഒത്തിരി നമ്മൾ അവരുടെ ഇപ്പം ഞാൻ ഹണിമൂൺ പട്ടായ ബാങ്കോക്ക് പോയിരുന്നു, തായ്ലൻഡ് പോയിരുന്നു. അതെല്ലാം ഈ പാക്കേജ് അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര കുറച്ചും ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോയില്ല. ഈ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ പോകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് എപ്പോഴും പോകണം. അപ്പൊ ആൻഡോ ഈ ഒരു മെത്തേഡാ ഫോളോ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ChatGPT വെച്ചൊക്കെയാണ് പോകുന്നത്. അതുപോലെ ഒത്തിരി കാശ് മുടക്കാതെ ബഡ്ജറ്റഡ് ആയിട്ട് പോകുന്നതായിരിക്കും നമുക്ക് യാത്രകൾ എപ്പോഴും നല്ലത്. അപ്പോൾ താങ്ക്സ് ആൻഡോ. താങ്ക് യു.